ഹായ് ഗൈസ്, എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം മുഴുവനും പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഹണി റോസിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്റെ പോസ്റ്റിന് മോശം കമന്റിട്ട ഒരു വ്യക്തിക്കെതിരെ ഹണി റോസ് കേസ് കൊടുക്കുകയും ഇതനുസരിച്ച് പോലീസ് ആത്മാർത്ഥമായി തന്നെ ഹണി റോസിന്റെ കേസിലെ പ്രതിയായ കമന്റിട്ട ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനു പുറമെ ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെയും ഹണി റോസ് പരാതി കൊടുക്കുകയുണ്ടായി. ഇതേ തുടർന്ന് വലിയ പണക്കാരനെന്നുകൂടി നോക്കാതെ പൈസയുടെ മുന്നിൽ മുട്ടുമടക്കാതെ ആത്മാർത്ഥമായി തന്നെ ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ് നടന്നത്. ഇന്ത്യൻ സിസ്റ്റത്തിൽ ന്യായം കിട്ടുമെന്ന് വിചാരിച്ച നടിക്ക് ജനങ്ങൾ കാത്തുവച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് ഈശ്വർ എത്തി. അദ്ദേഹം ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നടിയുടെ വസ്ത്രധാരണമാണ് ഇതിന് കാരണം, നന്നായി വസ്ത്രം ധരിച്ചാൽ ഇതുപോലത്തെ കമന്റ് എല്ലാം വരുമോ എന്നെല്ലാം ജനങ്ങളടക്കം ചോദിച്ചു. എന്നാൽ പോലീസിൽ വിശ്വാസമുള്ള നടി രാഹുൽ ഈശ്വറിനെതിരെയും കേസ് കൊടുത്തു. എന്നാൽ ഇത് നടിക്ക് പാരായി തിരിഞ്ഞുകൊത്തി. ഈശ്വർ തൻ്റെ സ്വതന്ത്ര അഭിപ്രായമാണ് പറഞ്ഞത്, ഇത് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തവരും തിരിഞ്ഞുകൊത്തി. പുരുഷന് ന്യായമായ എന്ത് ആപത്ത് വന്നാലും അവിടെ സപ്പോർട്ടായി നമ്മുടെ സ്വന്തം ഈശ്വർ എത്തിയിരിക്കും. ഇനി അടുത്ത് എന്ത് സംഭവിക്കും? ആര് ജയിക്കും? നടി ഹണി റോസ് ജയിക്കുമോ അതോ രാഹുൽ ഈശ്വർ ജയിക്കുമോ? ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടുമോ അതോ ജയിലിൽ കിടക്കേണ്ടി വരുമോ? ഇനി നടിക്ക് വസ്ത്രത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിവുണ്ടോ അതോ അറിവില്ലാതെയാണോ നടി ഈ രീതിയിൽ വസ്ത്രമിടുന്നത്? ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ മാന്യമായ കമൻറ്റുകളിലൂടെ അവതരിപ്പിക്കുക. ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയുക തന്നെ ചെയ്യണം. എന്തായാലും ആ കമന്റിട്ട വ്യക്തി തെറ്റുകാരൻ തന്നെയാണ്. അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. സോഷ്യൽ മീഡിയ എന്നത് എന്തും വിളിച്ചു പറയാൻ ഉള്ള ഒന്നല്ല. അയാൾക്ക് ആ നടിയുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോകണമായിരുന്നു. അതാണ് മാന്യത. നിങ്ങൾ ആരുടെ കൂടെയാണ്? ഹണി റോസിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ? അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഥ അവസാനിച്ചിട്ടില്ല, ഇനിയും തുടരും. മനുഷ്യർ ഉള്ള കാലത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ലോകം. പണ്ട് മാറുമറയ്ക്കാൻ പോരാടിയവർ ഇന്ന് മാറു കാണിക്കാൻ പോരാടുന്നു. ഇന്നത്തെ കാലത്ത് വസ്ത്രം എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് വസ്ത്രം കണ്ടുപിടിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെയുള്ള കപട ലോകത്തിൽ നമ്മൾ അടിമപ്പെടാതെ ഇരിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് വരും. നിങ്ങൾക്ക് ആ പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോകുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അല്ലാതെ ആവശ്യമില്ലാതെ അവരുടെ പോസ്റ്റിന് താഴെ പോയി മോശമായി കമന്റ് ചെയ്യുന്നതൊക്കെ വൃത്തികെട്ട പരിപാടികളാണ്. കാരണം അവരാരും നമ്മുടെ അമ്മയോ പെങ്ങളോ അങ്ങനെ ആരുമല്ല. അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. അതിലേക്ക് അവരെ അങ്ങ് വിടുക. ചുമ്മാ അവരുടെ പുറകേക്ക് പോയി നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് വേണ്ടി, നമുക്ക് കാത്തിരിക്കാൻ വേണ്ടി നമ്മുടെ അമ്മയും പെങ്ങളും കുടുംബം ഉണ്ട്. അവരെ നോക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ.